അപ്പോൾ ഗൈസ്, ഇന്ന് ചെന്നൈയും രാജസ്ഥാനും തമ്മിലുള്ള മാച്ചാണ്. ഇന്ന് സഞ്ജു തിളങ്ങുമോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് വിശദീകരിച്ച് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന് CSKയും RRും തമ്മിലുള്ള മാച്ചാണ്. ഒരു 2-3 മണിക്കൂറിന് ശേഷം കളി തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ആയിട്ടൊരു പ്രിവ്യൂ പോലെ ഞാൻ ഒന്ന് ചെയ്യുക. എൻ്റെ ആരൊക്കെയായിരിക്കും മാച്ചിലെ 11 കോമ്പിനേഷൻ കാര്യങ്ങൾ എല്ലാം നമുക്ക് നോക്കാം. ഇന്ന് ആർക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ജയിക്കാൻ എന്നെല്ലാം നമുക്കൊന്ന് നോക്കിയേക്കാം. നമുക്കൊരു IPLൻ്റെ ഒരു പൂരം കൊടിയേറി നിൽക്കുന്ന സമയമല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ടായാലും നമ്മളെ സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചെന്നൈയിലെ കളി നടക്കാൻ പോകുമ്പോൾ നമ്മളത് വീഡിയോ ചെയ്തില്ലെങ്കിൽ അതൊരു മോശമാണ് എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുക. നമുക്കെന്തായാലും എൻ്റെ ഒരു കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം. എന്താണ് നടക്കാൻ പോകുന്നത്, കളി എവിടെയാണ്, കാര്യങ്ങൾ ആരായിരിക്കും കൂടുതൽ ഇതെടുക്കുന്നത്, എല്ലാം ഒരു ഗസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ബാക്കിയൊക്കെ കളി കഴിഞ്ഞിട്ട് ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് CSK ആണ്. CSK എന്ന് പറയുമ്പം നല്ല ഫിനിഷിംഗ് പവറും എക്സ്പീരിയൻസും ഉള്ള ടീമാണ്. 5 ടൈറ്റിലാണ് വാങ്ങിച്ചത്. RR ഒരു പ്രാവശ്യം മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അത് പണ്ട് ഷെയ്ൻ വാണിൻ്റെ സമയത്ത് ജയിച്ചതാണ്, അല്ലാതെ ജയിച്ചിട്ടില്ല. RR യങ് എനർജിയാണ്, പിന്നെ അഗ്രസീവ് ബാറ്റിംഗ് ഉണ്ട്. ഓപ്പണിങ്ങിൽ നമുക്കറിയാം വൈഭവ് സൂര്യവംശി ഒരു 15 വയസ്സുള്ള ചെറുക്കനാണ്. കളിക്കുന്ന കളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് സിക്സൊക്കെ പറത്തുന്നത്. പിന്നെ യശസ്വി ജയ്സ്വാൾ ഉണ്ട്. ഇവരെല്ലാം അടിപൊളിയായിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല എത്രത്തോളം ഇതാക്കുന്നു RRനെ. ഇപ്പം എന്തായാലും അതാണ്. പിന്നെ കീ പ്ലെയർ ഫോക്കസ് നമുക്ക് നോക്കാം. CSKയിൽ ഇന്ന് നമ്മൾ നോക്കാൻ കാത്തിരിക്കുന്നത് സഞ്ജു സാംസൺ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. പിന്നെ സഞ്ജു സാംസൺ എന്ന് പറയുമ്പോൾ തന്നെ ഫോം പിന്നെ ഇപ്പം നല്ല രീതിയിൽ മികച്ച് നിൽക്കുകയാണ്. നമ്മൾ 2020 വേൾഡ് കപ്പിലെല്ലാം കണ്ടതാണ്. അത്ര അടിപൊളിയായിട്ടാണ് കളിച്ചത് 3 ഇന്നിങ്സ്. ആ ഫോം നിലനിർത്തിക്കൊണ്ട് പോവോ ഇല്ലയോ എല്ലാം നമുക്കിന്നറിയാം. സഞ്ജു സാംസൺ പിന്നെ RR ബോളേഴ്സിനെ എല്ലാം നല്ല ടാർഗറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ആർച്ചർ അതിലാണ് നേരെ ഓപ്പോസിറ്റായി. അപ്പോൾ നമുക്ക് എന്തായാലും ജയിക്കുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. സഞ്ജു സാംസൺ തിളങ്ങട്ട്, അത്രേ പറയാനുള്ളൂ. പിന്നെ RRൽ നമ്മൾ 2 പേരെ ഒറ്റുനോട്ട് കാണണം. ഒന്ന് റിയൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസി നമ്മളൊന്ന് നോക്കണം. പിന്നെ യശസ്വി ജയ്സ്വാൾ ഉണ്ട്, വൈഭവ് സൂര്യവംശി ഉണ്ട്. മെയിൻ വൈഭവ് സൂര്യവംശി നല്ല രീതിയിൽ കളിച്ചാൽ കളി മാറും. അത് യശസ്വി ഓപ്പണിങ് അവരെ പേര് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവരും ഒരു സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാഡുമായിട്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ CSKക്ക് ഒരു വലിയ നഷ്ടമെന്ന് പറയാൻ ധോണി ഇന്നില്ല. അതൊരു വലിയ 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 നഷ്ടം തന്നെയാണ്. റൂൾഡ് ഔട്ട് ആയില്ല. 6 മത്സരത്തോളം വെളിയിലിരിക്കുമെന്നാണ് ന്യൂസ് കേൾക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത്രയും സീസൺ കളിച്ചിട്ട് 5 മത്സരത്തിൽ കൂടുതൽ ധോണി ഇതുവരെ വെളിയിലിരിക്കുന്നില്ല. ഇത് 6 മത്സരം ആദ്യം തന്നെ മിസ്സാകുന്നു. പിന്നെ ബാക്കിയുള്ളത് 8 മത്സരമാണ്. എന്തു വേണമെങ്കിലും സംഭവിക്കാം. ധോണിന് കളി കഴിഞ്ഞു, ധോണി എല്ലാവരും ചോദ്യം അതാണ്. പക്ഷെ തിരിച്ചു വരുമെന്നാണ് എല്ലാവരെയും വിശ്വാസം. നമുക്കങ്ങനെ തന്നെ വിശ്വസിക്കാം. പിന്നെ നമുക്ക് ബാറ്റിൽ ടു വാച്ച് ഒന്ന് നോക്കാം. അത് പറയാനുള്ളത് സാംസങ് വേഴ്സസ് RR സ്പിൻ അറ്റാക്ക് ഉണ്ട്. അതൊന്ന് കണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോൾ രവി ബിഷ്ണോയിനെ അപ്പുറത്തെടുത്ത് രവീന്ദ്ര ജഡേജ ട്രേഡ് ആയിട്ടുണ്ട്. അതും CSKക്ക് ഒരു വലിയ നഷ്ടമാണ്. പക്ഷേ സഞ്ജു സാംസനെ എടുക്കാൻ വേണ്ടി അവർ കൊടുത്ത ഇതാണ്. നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഡെത്ത് ഓവേഴ്സിൽ ആരാണ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുമോ, മിഡിൽ ഓർഡേഴ്സ് എല്ലാം നമുക്ക് നോക്കാം. പിന്നെ പവർ പ്ലേ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. ഈ 4 പ്ലേയേഴ്സാണ്. ഋതുരാജ്, നമ്മളെ സഞ്ജു, അപ്പുറത്ത് വൈഭവ് സൂര്യവംശി, പിന്നെ യശസ്വി ജയ്സ്വാൾ. ഇതിലൊക്കെ ആരായിരിക്കും നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും ഗുവാഹട്ടിയിൽ വെച്ചാണ് കളി നടക്കുന്നത്. ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. നമുക്ക് നോക്കാം. സ്കോർ 200 ഇപ്രാവശ്യം കടക്കുമോ. ഇന്നലെ കളിച്ച കളി 200 കടന്നു, മെനിഞ്ഞാന്നും 200 കടന്നു. ആദ്യത്തെ 2 കളികൾ 200 കടന്നിട്ടുണ്ട്. RCB മുംബൈ ജയിച്ചിപ്പോൾ നിൽക്കുകയാണ്. പിന്നെ ടോസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം എന്ത് പറഞ്ഞാലും നമുക്ക് എന്തായാലും പ്ലേയിങ് 11 നമുക്കൊന്ന് നോക്കിയേക്കാം. പ്ലേയിങ് 11 നമുക്ക് ഒന്ന് നോക്കാം. ആരൊക്കെ ആയിരിക്കും കൂടുതൽ ചാൻസ് എന്ന് നമുക്ക് എന്തായാലും അറിയണമല്ലോ. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളോട്ട് ഒന്ന് പോവാം.
അപ്പോൾ ഇന്ന് എനിക്ക് പ്ലേയിങ് 11 CSK ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഋതുരാജ് ഗെയ്ക്വാഡും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യും. കൂടെ നമ്മളെ ശിവൻ ദൂബെ, രവീന്ദ്ര ജഡേജ ഇല്ലല്ലോ ഇപ്പം. നമുക്ക് എന്തായാലും നോക്കാം. CSK പ്ലേയിങ് 11 തുടങ്ങാം. അത് ഞാൻ പറയാം. എൻ്റെ ഞാൻ നോക്കുന്നത് സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാഡ്, ഉർവിൽ പട്ടേൽ, പിന്നെ ദിവാൽ ബ്രവിസ്, ശിവം ദൂബെ, പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ, അൻഷുൽ കമ്പോജ്, പിന്നെ നമുക്ക് ഖലീൽ അഹമ്മദ്, മാറ്റ് ഹെൻറി, ജെമി ഓവർട്ടൺ, അഖിൽ ഹുസൈൻ. ഇതാണ് എൻ്റെ 11. ഇനി നമുക്ക് രാജസ്ഥാൻ റോയൽസിനെ നോക്കാം. രാജസ്ഥാൻ റോയൽസ് ഇന്ന് നമ്മുടെ യശസ്വി ജയ്സ്വാൾ, വൈഭവ് സൂര്യവംശി, റിയാൻ പരാഗ്, ഷിമ്രൺ ഹെറ്റ്മയർ, ധ്രുവ് ജുറൈൽ, ദക്ഷിൻ ഷാനക്ക, പിന്നെ സന്ദീപ് ശർമ്മ, രവീന്ദ്ര ജഡേജ, നാൻഡ്രെ ബർഗർ, രവി ബിഷ്ണോയ്. ഇതാണ് എൻ്റെ 11, RRൻ്റെ 11. അപ്പോൾ നമുക്ക് എന്തായാലും പ്രഡിക്ഷൻ നമുക്കൊന്ന് നോക്കാം. മാച്ച് പ്രഡിക്ഷനിൽ എനിക്ക് തോന്നുന്നു CSKക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സാംസൺ ട്രേഡ് ആയതുകൊണ്ടും കൂടുതൽ ചാൻസ് CSKക്ക് തന്നെയാണ് ഇന്ന് ജയിക്കാൻ. നമുക്ക് എന്തായാലും കാത്തിരുന്നതിനെ കാണാം. ഹോം മാച്ച് അവരുടേതാണ്, എന്തു വേണമെങ്കിലും സംഭവിക്കാം. ഓപ്പണിംഗ് പെയർ യശസ്വിയും വൈഭവ് സൂര്യവംശിയും കളിച്ചാൽ കളി മാറും, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണണം, അതിന് വേറെ വഴിയൊന്നുമില്ല. എന്തായാലും കളി കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് എന്തായാലും അറിയണമല്ലോ. അപ്പോൾ എൻ്റെ പ്രഡിക്റ്റഡ് സ്കോർ എന്ന് പറയുന്നത് ഒരു 1, ആദ്യം RR ബാറ്റ് ചെയ്യണമെങ്കിൽ ഒരു 180 റൺസ് സ്കോർ ചെയ്യും. മറ്റൊരു ചേസ് ചെയ്യും, CSK ചേസ് ചെയ്യും. നമുക്ക് എന്തായാലും നോക്കിയതിനിരുന്ന് നോക്കാം. നമുക്ക് അവരെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റൂല. എന്തായാലും ഇന്ന് CSK ആരാധകർ കൂടുതൽ കാത്തിരിക്കുന്ന മത്സരമാണ്. എന്തായാലും നമുക്ക് നോക്കാം ആര് ജയിക്കുമില്ല. നിങ്ങളുടെ ഫേവറേറ്റ് ടീം എന്താണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇന്നത്തെ കളിയിൽ ഞാൻ CSKയുടെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. രാത്രി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ഗുഡ് ബൈ.